ഇനി 1 കപ്പ് പ്രോഡക്റ്റിന് 1/4 കപ്പ് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം. ജസ്റ്റ് നമ്മൾ പുട്ടിൻ്റെ മാവ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. സാധാ നമ്മുടെ തേങ്ങ എടുക്കുന്ന പോലെ തന്നെ, തേങ്ങ ചിരകി കിട്ടുന്ന പോലെ തന്നെ കിട്ടും. ഒരു 10 മിനിറ്റ് നമ്മൾ അതിനെ അങ്ങനെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നല്ലപോലെ പാലും കിട്ടും. ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കട്ടി പാൽ തന്നെ കിട്ടും. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് തേങ്ങയാണ്. 6 മാസം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റിയ പാക്കറ്റിലാക്കിയ തേങ്ങ. ഈ ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം. അതിനു മുൻപ് പ്രേക്ഷകരോട് ഒരു കാര്യം സൂചിപ്പിക്കാം. ഇതൊരു പരസ്യമല്ല. കൃത്യമായിട്ട് പുതിയൊരു ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഈ ദമ്പതികൾ. അവരെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഈ ഒരു വീഡിയോ. സാറിൻ്റെ പേര്? ഷിനിൽ. മാം? പ്രീജ. ഓക്കെ. ഈ ഒരു പാക്കറ്റിനുള്ളിൽ തേങ്ങയാണ് ആക്കിയിരിക്കുന്നത്. 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഇങ്ങനൊരു ആശയം എങ്ങനെയാണ് കിട്ടുന്നത്? അത് പൊതുവെ എല്ലാ വീടുകളിലെയും പോലെ നോക്കുകയും ലേഡീസ് അല്ല തേങ്ങ ചിലവുന്നത്. കൂടുതലും അവരുടെ ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ കുട്ടികളോ ആരും മിക്കവാറും തേങ്ങ ചിലവുന്നു. അപ്പം എല്ലാ വീട്ടിലും എൻ്റെ വീട്ടിലും അത് തന്നെയാണ്. ഇത്രയും ബുദ്ധിമുട്ടത് ഈ ഉണ്ടല്ലോ എന്ന് നമ്മൾ നോക്കിയപ്പോഴാണ് എല്ലാ വീടുകളിലും നമ്മൾ പിന്നെ നോക്കി ഇതുമായിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു ബിസിനസ്, ഇത് ഫുഡ് റിലേറ്റഡ് ആകുന്ന എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നായിരുന്നു നമ്മളത് കൊണ്ടുവന്നത്. അപ്പോൾ എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കണം, എന്നാൽ എല്ലാവർക്കും കണക്ട് ചെയ്തൊരു സാധനം ആണെന്നുള്ള എൻ്റെ ഒരു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു വിഷയം എല്ലാ വീടുകളിലും ഉണ്ടാകുന്നൊരു പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ അനുഭവിക്കുന്നൊരു പ്രോബ്ലമാണ്. അപ്പം നമ്മുടെ അടുത്ത വീട്ടിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ റിലേറ്റീവും എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വീടുകളിൽ തേങ്ങ ചിലവ് നമ്മളിത് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. എല്ലാ വീടുകളിലും നമ്മൾ ചോദിച്ചു തുടങ്ങിയപ്പോഴേക്കും എല്ലാ വീടുകളിലും ഇങ്ങനൊരു പ്രോബ്ലം പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇത് ഒരു ബിസിനസ് ആക്കിയാലോ എന്നുള്ള തോട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് തുടങ്ങിയത്. എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പ്രോസസ് സാധനമാണ് കൊണ്ടുവരുമ്പോഴേക്കും നോർമലി ഇപ്പം മാർക്കറ്റിലുള്ളത് പ്രോസസ് സാധനമാണ്. അത് പക്ഷേ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കടകളിൽ ഇപ്പം നല്ല സെയിലുണ്ട് ആൾക്കാർ. അപ്പോൾ നാടൻ തേങ്ങ ഉപയോഗിക്കുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തേങ്ങ കൊണ്ടുവരാൻ പറ്റുമോ, കൊണ്ടുവന്നാൽ ആൾക്കാർ ഉപയോഗിക്കുമെന്നുണ്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോബ്ലം ആയിരുന്നു. എല്ലാവരോടും നമ്മൾ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും പറയുന്നത് ഇവിടെ കേരളത്തിൽ ഇഷ്ടംപോലെ തേങ്ങ കിട്ടുമല്ലോ, പക്ഷേ എന്തിനാണ് ഇങ്ങനൊരു സാധനം കൊണ്ട്. പക്ഷേ അപ്പോഴാണ് നമ്മൾ ഈ പ്രോസസ് തേങ്ങയെക്കുറിച്ചിട്ട് നമ്മളൊരു സ്റ്റഡി ചെയ്ത് അവർക്ക്. പക്ഷേ എല്ലാ കടകളിലും ഇപ്പോൾ ഈ പ്രോസസ് സാധനം ഉണ്ട്, ഇപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നാടൻ കൊണ്ടുവന്നിട്ടെങ്കിലും എല്ലാവരും പൊട്ടിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ സാധനത്തിനും മാർക്കറ്റിൽ മേടിക്കാൻ ആൾക്കാരുണ്ട്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ആളുകൾ അതിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോൾ പല കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഈ ചുരകിയ തേങ്ങ കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വെല്ലുവിളിയല്ലേ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ? പക്ഷേ അത് ഒരു ദിവസം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഒരാഴ്ച വരെയൊക്കെ സാധാരണഗതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അല്ലെങ്കിൽ പല പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് അത് ഓരോന്ന് നമുക്ക് എടുത്തിട്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കംപ്ലൈൻ്റ് ആയിട്ട് വരും, കളർ വ്യത്യാസം വരും, ബാക്ടീരിയ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അത് വലിയൊരു ഫ്രീസറിൽ വെക്കണം. ഒരാഴ്ചത്തേക്ക് തേങ്ങ അടിച്ചെന്നത് ആ ഫ്രീസറിൽ തേങ്ങ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പം ഇതാകുമ്പോഴേക്കും നമുക്ക് ഒരു ചെറിയൊരു തോരനൊക്കെ വേണമെങ്കിൽ 2 സ്പൂൺ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തേങ്ങയാവും, തോരൻ റെഡിയാവും. ഇപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ 2 സ്പൂൺ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 സ്പൂൺ മതിയാവും. പിന്നെ നമുക്ക് വറുത്തരച്ച തേങ്ങയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വറുത്തരച്ച് വെക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കണം കൂട്ടി ഒരു 25 മിനിറ്റൊക്കെ എടുക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് വരാനായിട്ട്. ഇതാകുമ്പോഴേക്കും 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ കളറിൻ്റെ ചേഞ്ച് ചെയ്ത് വരും, നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്നവർക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടെയാണത്. ഓക്കെ മാം, എന്തായാലും മാമിൻ്റെ പരിപാടി കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? വേറെ ആരെങ്കിലും ഉപയോഗിച്ചോ? എന്തായിരുന്നു അവരുടെ അഭിപ്രായം തുടക്കത്തിൽ? തുടക്കത്തിൽ തന്നെ നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിയത്. സാധാരണ തേങ്ങ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഈസിയാണ് ഈ പറഞ്ഞ പോലെ തേങ്ങ ചിരകിയെടുക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം. കൂടാതെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇങ്ങനെ പാക്ക് ചെയ്ത ഈ പാല് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിലൊക്കെ തന്നെ ആദ്യം കൊടുത്തത് ഒന്ന് ട്രൈ ചെയ്ത് അവരിപ്പോൾ ബെനിഫിറ്റ്സ് ഈ പാക്കറ്റിലാവുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ ട്രയൽസ് എടുക്കുന്നുണ്ട്. അന്നേരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അങ്ങനെ നമ്മൾ ഒരാളെ ഏർപ്പാടി.
പുള്ളിക്കാരി ഡൗട്ടായിരുന്നു, പുള്ളിക്കാരിക്ക് തന്നെ ഡൗട്ടായിരുന്നു, എനിക്കും അത് തോന്നി പാല് കിട്ടും. പക്ഷെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് തന്നെ പുള്ളി പറഞ്ഞു നന്നായിട്ട് പാല് കിട്ടി. സാധാരണ തേങ്ങ ചിരങ്ങി എടുത്ത് നമ്മൾ എങ്ങനെ പാലെടുക്കും അതേപോലെ കട്ടി പാലായിട്ട് അത് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് നമുക്ക് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ടൈമിനകത്ത് നമുക്ക് ഇതിനകത്ത് ജലാംശം മാത്രമേ മാറുന്നുള്ളൂ, പാലും ഇതൊന്നും പോകത്തില്ല. അത് നമ്മളത് അറിയാം. എന്നാലും തിരിച്ചത് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാം. ഓക്കെ, ഇത് 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നല്ല പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ 6 മാസ കാലാവധിയിൽ കേടുകൂടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അതിൽ ചെയ്യുന്നത്? ഒരു ഇതും പ്രിസർവേറ്റീവ്സ് ഒന്നും നമുക്ക് ആഡ് ചെയ്യുന്നില്ല. പാക്കിംഗ് ക്വാളിറ്റി ആക്കുക, ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് കറക്റ്റ് ആക്കുക. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ റോ മെറ്റീരിയൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. തീരെ വിളവ് കുറഞ്ഞതും പാകമാകാത്തതും എടുക്കാൻ പറ്റത്തില്ല. ഒരുപാട് മൂത്തുപോയ തേങ്ങയും എടുക്കാൻ പറ്റില്ല. കറക്റ്റ് ആ പാകം നോക്കി റോ മെറ്റീരിയൽ പർച്ചേസ് ഉൾപ്പെടെ അത് ചെയ്യുന്ന ആ സ്റ്റേജ് തൊട്ട് പാക്കിംഗ് സ്റ്റേജ് വരെയും നമ്മൾ ക്വാളിറ്റി ചെക്കിങ് കണ്ടിന്യൂസ് ഓരോ സ്റ്റേജിലും നോക്കും. ചിരട്ട പൊട്ടിക്കുന്നതാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യുന്ന തേങ്ങയാണെങ്കിലും എല്ലാം ഒരു ചെറിയൊരു തേങ്ങയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അന്നേരം അത് അവിടെ സോർട്ട് ഔട്ട് ആവുകയാണ്. ശരി. ഓക്കെ, ഇപ്പോൾ ഇളനീരാണെങ്കിൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ എന്ന് പറഞ്ഞ് ഉപയോഗിക്കാറില്ല, പലരും അത് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന തേങ്ങ കേരളത്തിലുള്ളത് മാത്രമാണ്? കേരളത്തിലെ തേങ്ങ മാത്രം ഉപയോഗിക്കുന്നത്. അതിനകത്ത് മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നമ്മൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഒരു സാധനം ചെയ്യുമ്പോഴേക്കും ആൾക്കാർ വാങ്ങിച്ചിട്ട് ആ ഒരു നാടൻ തേങ്ങയുടെ ഫീല് വന്നാൽ മാത്രമേ ആൾക്കാർക്ക് ഈ ഒരു സ്ഥാനത്തിലേക്ക് വരാൻ പറ്റൂ. അത് നമുക്ക് എല്ലാവർക്കും ഈ തമിഴ്നാട് ഉപയോഗിക്കുന്നവർ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. അതും ഇതിൻ്റെ അകത്ത് മറ്റേതാകുമ്പോഴേക്കും പിന്നെ അതിൻ്റെ അകത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ടായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ഈ ക്വാണ്ടിറ്റി കുറവായിരിക്കും തമിഴ്നാട് തേങ്ങയ്ക്ക്. പിന്നെ ലാസ്റ്റ് ചെയ്യുന്ന കുറവാണ്, നമുക്ക് കൂടുതൽ സാധനം ശേഖരിച്ച് വയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ എത്ര തേങ്ങയാണ് ഉള്ളത്? ഇതിൻ്റെ അകത്ത് 1 കിലോ തേങ്ങ വരും. ഓക്കെ, 3-4 തേങ്ങ, 2.5-3 തേങ്ങ ഓക്കെ, മാക്സിമം 2.5-3 തേങ്ങ ഉണ്ടാവും. ശരി. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിച്ചപ്പോൾ ഈ ഒരു പാക്കറ്റ് എത്ര ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? ഒരു വീട്ടിൽ ഒരു 3-4 അംഗ കുടുംബമാണെങ്കിൽ എത്ര ദിവസം വരെ ഉപയോഗിക്കാം? അവർക്ക് 1-2 വരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്ത് ഇത് വാങ്ങിച്ചാലുള്ള ഇത് എല്ലാ കടയ്ക്കും ഇത് ഉപയോഗിക്കണമെന്നില്ല ആരും. അപ്പോഴേക്കും അവർക്ക് ഈ പറയുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മീൻ കറിക്കാണെങ്കിൽ ഈ പിന്നെ തോരൻ വയ്ക്കാനോ വറുത്തരച്ച് വയ്ക്കുന്ന കറികൾക്കോ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ വാങ്ങിക്കുന്നവർ ഇപ്പം നമ്മൾക്ക് ഫീൽ ചെയ്യുന്ന എല്ലാവരും ഇത് മാത്രമായിട്ട് ഒരു മാസം ഇത് മാത്രം കൊണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരു കുറവാണ്. പക്ഷെ അവർ വാങ്ങിക്കുന്നത് ഈ പിന്നെ മറ്റു തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എന്തിലും നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ് കൂടുതൽ ഇപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ 100 ഗ്രാം ഉണ്ട്, 150 ഗ്രാം 2 സൈസ് പാക്കറ്റാണ് ഉള്ളത്. അപ്പം നമുക്കൊരു വീട്ടിൽ നമ്മൾ ഏകദേശം ഒരു 3 ദിവസം ഉപയോഗിക്കാൻ പറ്റും. 150 ആണെങ്കിൽ 4 ദിവസം എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം. അത് ആൾക്കാർ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് വ്യത്യാസം വരും. ആവറേജ് നമ്മൾക്കിപ്പം നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ആളുകളൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒരു മാസത്തിലൊരു 10 പാക്കറ്റൊക്കെയാണ്, 8-10 പാക്കറ്റ് വരെയൊക്കെ വാങ്ങിക്കുന്നവരാണ് ഉള്ളത്. ഓക്കെ. ഇങ്ങനൊരു പാക്കറ്റിൽ ഈ തേങ്ങയാക്കുമ്പോഴേ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്തത്? ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ നമ്മളതിൽ നമ്മുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഈ സാധനം. ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു നമ്മുടെ പ്രോഡക്റ്റ് ഇതായിരിക്കണമെന്നുള്ളൂ. പക്ഷെ ഇത് ചെക്ക് ചെയ്ത് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് അനുഭവിച്ച് നോക്കാനോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനോ ഒന്നും വേറൊരു സാധനം ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഇതിനുള്ള മെഷീൻസിനും എവിടെ ചെന്ന് കാണണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മെഷീൻസൊക്കെ ഇത് വന്നു. പിന്നെ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പം അതിന് തന്നെ അയാളെ കണ്ടുപിടിക്കാൻ തന്നെ കുറേ സമയമെടുത്തു ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇതേ ഇത് അപ്പം നമ്മൾ അയാളോട് പറയുന്നത് ഇങ്ങനൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടണം, അതിന് ഈ വേറെ ഒന്നും ചേർക്കാതെ ഇങ്ങനൊരു പ്രോഡക്റ്റ് കിട്ടണമെന്നുള്ളതാണ് നമ്മളത്. അപ്പം ഇത് ഉപയോഗിക്കുന്നവർക്ക് തനി നാടൻ തേങ്ങയിൽ ഫീൽ കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാനും പറ്റണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പം ഇത് വേറെ ഇങ്ങനൊരു സാധനം ആരും ചെയ്യാത്തത് കൊണ്ടും അങ്ങനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, എങ്ങനെ വരുമെന്നുള്ളത്. അപ്പം അയാൾ പറഞ്ഞു ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. നമ്മൾ മെഷീൻ അവിടുന്ന് ഓർഡർ ചെയ്തു. പിന്നെ അതിൻ്റെ അകത്ത് വേറെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടായിരുന്നു എൻ്റെ ഇത് ഫങ്ഷൻസിൽ. അപ്പം അത് ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടാണ് ഇത്
ഇതിൻ്റെ ഇതൊക്കെ ചെയ്യും. അത് സാറ് തന്നെ ഒരു ഏകദേശം ഒരു 5-10 ദിവസം ഇവിടെ താമസിച്ചാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി, ഇത് പ്രൊഡക്റ്റ് എടുത്തു. അപ്പോഴേക്കും നമുക്കറിയാം, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അപ്പോഴേക്കും ഏകദേശം കിട്ടി. പിന്നെ ഇത് നമ്മുടെ ഫോമിലോട്ട് കിട്ടണമല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൽ തന്നെ കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 6-7 മാസം ഇത് ചെയ്ത് നോക്കേണ്ടി വന്നു. അപ്പം നമ്മൾ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ലോഞ്ചിങ് തുടങ്ങുന്നതിന് മുമ്പ് ലോഞ്ചിങ് നമ്മൾ ഒരു ഫിക്സ് ചെയ്തിട്ട് അത് ചെയ്യാതെ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ലോഞ്ച് ചെയ്തു. അപ്പോഴേ നമ്മളിത് എടുത്ത് പിന്നെ നമ്മളൊരു 3 വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അവർ രാവിലെ വരും, ഞങ്ങൾ 2 പേരും കൂടെ പോവും. എന്നിട്ട് ഒരു 10-15 കിലോ തേങ്ങ വാങ്ങിക്കും. എന്നിട്ടത് എടുത്ത് ഇതേപോലെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ മെഷീനിൽ എടുത്ത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യും ഇതിന് വേണ്ടിയിട്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇത് പാക്ക് ചെയ്തിട്ട് എത്ര ടൈം എടുക്കും, അല്ലെങ്കിൽ എത്ര ദിവസം എടുക്കും പാക്കറ്റിലാക്കാൻ? ഒരു ദിവസം. അപ്പം എന്നാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ടെമ്പറേച്ചറിനൊക്കെ ഇതുണ്ട്, അതേപോലെ ടൈമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ രാവിലെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 മണിയാകുമ്പോഴേ ഇത് ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും ഒരു 5 മണിയാകുമ്പോഴേ പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു 6 മണിയാവും. അതിൻ്റെ ടൈമുണ്ട് ഇതിൻ്റെ ഫിക്സ്. അപ്പം 2 കിലോ ആണെങ്കിലും 10 കിലോ ആണെങ്കിലും 150 കിലോ ആണെങ്കിലും അതിന് ടൈമൊക്കെ സെയിം ആവും ഇതിനകത്ത്. അതിനകത്ത് അതിൻ്റെതായ കുറേ പ്രശ്നമുണ്ട്. അത് കാരണം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ നമ്മൾ 10 കിലോ വേണമെങ്കിൽ അവരേതായിട്ട് ഈ വർക്കേഴ്സ് വന്നിട്ട് ഇത്രയും തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വെറുതെ ഇരിക്കുക. നമ്മളും അവിടെ തന്നെ ഇരിക്കണം ഇതിലൊക്കെ. പിന്നെ ഇത് പാക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ കംപ്ലൈൻ്റ് ആയി പോകും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല. നിലവിൽ എങ്ങനെ പ്രൊഡക്ഷൻ ഒരു ദിവസം എത്ര പാക്കറ്റ് ഉണ്ടാക്കും? ഇപ്പം നമുക്കൊരു 1500 പാക്കറ്റ് വരെയൊക്കെ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഇത് കേരളത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയൊക്കെ എങ്ങനെയായിരുന്നു? സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, കൃഷി വകുപ്പിൽ നിന്നുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. കൃഷി വകുപ്പിലും നമുക്ക് അന്ന് മന്ത്രിയായിരുന്ന കൃഷിമന്ത്രി പ്രസാദ് സാറായിരുന്നു നമ്മുടെ ലോഞ്ചിങ് ഉദ്ഘാടനം ചെയ്തത്. സാറ് നമ്മളോട് ഇത് പാക്കറ്റ് കണ്ട് നമ്മുടെ പ്രോഡക്റ്റ് കണ്ടപ്പോഴേക്ക് സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ സാറ് നമ്മളോട് ഭയങ്കര ഇതായിരുന്നു. എപ്പോഴും നമ്മളെ തിരക്കൊക്കെ ചെയ്യുമായിരുന്നു, എങ്ങനെയുണ്ട് എങ്ങനെ വരെയായി, എന്തായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എന്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വിചാരിച്ച പോലെ ഈ ഉൽപ്പന്നം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് മാർക്കറ്റിംഗ്? എങ്ങനെയുണ്ട്? നമ്മളിപ്പം ഒരുപാട് ജില്ലകളിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ട്രിവാൻഡ്രം, കൊല്ലമാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടുള്ളത് കൂടെ ഇപ്പം അടുത്ത ഉടനെ ചെയ്യണമെന്നുള്ള പ്ലാനിലാണ്. ഇപ്പോൾ അവിടുന്ന് നമുക്ക് കൊടുക്കുന്നുണ്ട്. പല കടകളിലും നമുക്ക് വിളിച്ച് ഓർഡർ തരാറുണ്ട്. അപ്പോഴേക്കും ഒരു 50 പീസ് 25 പീസൊക്കെ വെച്ചിട്ട് ഓരോ കടകളിൽ വാങ്ങിക്കുന്നുണ്ട്. ചിലർ അങ്ങനെ വാങ്ങിക്കുന്ന കടകളാണ് അങ്ങോട്ടുള്ള പിന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ സൈഡൊക്കെ. ഡിസ്ട്രിബ്യൂഷനായിട്ടൊന്നും കൊടുത്തിട്ടില്ല ഇതുപോലെ. ഇപ്പം നമ്മൾ UAE-ലും UK-ലും പോകുന്നുണ്ട്. പിന്നെ പലയിടത്തു നിന്ന് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന്, ന്യൂസിലാൻഡിൽ നിന്നൊക്കെ നമുക്ക് എൻക്വയറി ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. നമുക്ക് ഇനി മറ്റു കാര്യം ചോദിക്കുന്ന മുമ്പ് ബേസിക്കലി ഇതിലോട്ട് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ വൈഫ് SBIയിലെ ജനറൽ ഇൻഷുറൻസ് ആയിരുന്നു, ICICIയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും ജനറൽ ഇൻഷുറൻസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ അത് കഴിയുമ്പോഴേക്കും GPS-ൻ്റെ ബിസിനസ് തുടങ്ങിയായിരുന്നു. GPS-ൻ്റെ വണ്ടി. അപ്പോൾ ട്രിവാൻഡ്രത്തൊരു ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അപ്പോൾ ട്രിവാൻഡ്രം അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന സമയത്ത് അതൊരു ഭയങ്കര ഒരു ഫ്ലോപ്പായി. ഓക്കെ. അപ്പോൾ കോവിഡിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇതിലോട്ട് വരുന്നത്. ഓക്കെ. അപ്പോഴേക്കും നമുക്ക് പിന്നീട് വന്നപ്പോഴേക്കും അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹൈപ്പ് പോയി. ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ചെയ്യുന്ന കുറേ കമ്പനീസ് വന്നു. പിന്നെ എല്ലാ വണ്ടികളിലും ഇതിൻ്റെ ഒരു ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു മാർക്കറ്റ് കുറഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കും ഇനി ആ ഒരു ഇതിൽ നമുക്ക് വലിയൊരു സാധ്യത ഇല്ല എന്നുള്ളതുകൊണ്ട് റിപ്പോർട്ടിനെ വേറൊരു ബിസിനസ്സിലേക്ക് തുടങ്ങണമെന്ന് വിചാരിച്ചാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നത്. ശരി. നിലവിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ആരെങ്കിലും വിൽക്കുന്നുണ്ടോ കേരളത്തിൽ? ഇങ്ങനെ തേങ്ങ തന്നെ ഇതിൻ്റെ തന്നെ ഡെസിക്കേറ്റർ ആയിട്ട് വിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ പറയുന്ന ഈ കേരളത്തിൻ്റെ തേങ്ങ വെച്ചുണ്ടാക്കി ഇത് ചെയ്യുന്ന അത്രയും പെർഫെക്ഷൻ ഉണ്ടാകത്തില്ല എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ അവർ ഫസ്റ്റ് പാലെടുത്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് 1 വർഷം വരെ അത് തേടുകൂടാതെ ഇരിക്കും.
പക്ഷേ ഈ ടേസ്റ്റിൽ കോംപ്രമൈസ് നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് അത് എടുക്കാത്തത്. നമ്മൾ പ്രോഡക്റ്റിലും ഇതിലും നമ്മളൊരു കോംപ്രമൈസും ചെയ്യുന്നില്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് ആ ഒരു കേരളത്തിൻ്റെ തേങ്ങ വെച്ചെടുക്കുന്ന ആ ഒരു ഫീൽ തന്നെ അവർക്ക് കിട്ടണം എന്ന് നമ്മുടേതൊരു വാശി ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ഒരു. ശരി. ഇപ്പം നിലവിൽ എത്ര പേരുണ്ട് ഫാക്ടറിയിൽ? എങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പാദനമൊക്കെ എങ്ങനെയാണ്? ഇപ്പം 7 പേരുണ്ട്. പിന്നെ ഈ ലേഡീസാണ്, ഒരാൾ ആണാണ്, ഒരാൾ ജെൻസായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അയാൾ പൊട്ടിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ സംരംഭം, മാർക്കറ്റിൽ ഒരു പുതിയ ഐറ്റം ഇറക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. നേരത്തെ കൃഷിമന്ത്രി സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു. നിലവിൽ ഈ ഒരു ഐറ്റം മൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. എങ്കിലും എന്താണ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങൾ കണ്ട വെല്ലുവിളി എന്താണ്? വെല്ലുവിളി എന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോയി സെയിൽ ചെയ്യുക തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ ഇത് സാധനം നമുക്ക് പ്രൊഡക്ഷൻ എടുത്ത് വെക്കാൻ പറ്റും, പക്ഷേ ഇത് കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ നമുക്ക് മറ്റുള്ള ഈ സാധനം കളക്ട്, ഈ തേങ്ങ, കേരളത്തിൻ്റെ തേങ്ങ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇത് നമുക്ക് ഈ തമിഴ്നാട് തേങ്ങയാണെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞാൽ കൊണ്ടുവരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിന് നമ്മൾ കൃഷി വകുപ്പ് വഴിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടാണ് കൂടുതലും ആൾക്കാരെ കണക്ട് ചെയ്ത് വന്നത്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരെ ഏൽപ്പിച്ചു ഇത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് കളക്ട് ചെയ്ത് അതിനൊക്കെ കുറേ സമയമെടുത്തു, ഇങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്ത് വിളിക്കാനും അതുള്ളിൽ നിന്ന് കർഷകർക്ക് സാധനം എടുത്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. പിന്നെ ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മുടെ പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്താണ് സാധനം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് പൗഡറാണോ തേങ്ങ ഗ്രേറ്റഡ് ആണോ എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരും നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ അവർക്ക് വരുന്ന വേറൊരു പ്രോബ്ലമായിരുന്നു, ഇത് ഒറിജിനലാണോ, തേങ്ങ തന്നെയാണോ, ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേർക്കുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം നമ്മൾ കടകളിൽ കൊണ്ടുപോയി കൊടുത്താലും കടക്കാർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാ കടകളിലും ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. അതിനെ സാർ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് വയ്ക്കാവുന്ന. അപ്പം അങ്ങനെയാണ് നമ്മൾ ആദ്യം അവർക്ക് കൊടുത്തത്. അവർ പക്ഷേ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അത് കാരണം നമ്മൾ വരുന്ന കടകളിൽ ഡൗട്ടുള്ളവർക്ക് ഈ കടയിലുള്ള ആൾ തന്നെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, നല്ല പ്രോഡക്റ്റാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ആണ് സെയിൽ തുടങ്ങിയത്. അതിനെടുത്ത ടൈം കുറച്ച് എടുത്തു അതിന് വേണ്ടിയിട്ട്. അപ്പം പിന്നീട് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നത്. ഇപ്പം കുറച്ച് ബിസി ലൈഫുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം ഇതൊരു അവരുടെ ഒരു മെയിനായിട്ട് അവരുടേതൊരു പ്രോഡക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ മാഡം, ഇത് ഒരു സംരംഭക എന്നതിനപ്പുറം ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലോ. സ്വന്തം ഐറ്റമാണ്, മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഉപയോഗിച്ച് കൃത്യമായിട്ടൊരു 6 മാസമൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടോ? അത് പെട്ടെന്ന് തീരുന്ന സാധനമാണ്, അതുകൊണ്ട് നമുക്ക് 6 മാസം വരെയൊക്കെ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എങ്ങനെയാണ്? അതെ, ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഒരു പാക്കറ്റ് ഇതേപോലെ നമ്മൾ പൊട്ടിച്ചിട്ട് സ്റ്റിപ്പ് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ സ്റ്റിപ്പ് ലോക്ക് ചെയ്ത് 6 മാസം അത് പുറത്ത് തന്നെ വെച്ച് നോക്കി, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. അപ്പം സേഫ് ആയിരുന്നു, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്ന മോരിത്തെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സാധാരണ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ പെട്ടെന്ന് കേടുവരികയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ വന്നൊന്നുമില്ല. ഈ കേടുവന്നില്ല. കൂടാതെ നമ്മൾ ടെസ്റ്റിങ്ങിന് അയച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റും തഞ്ചാവൂരിലാണ് ടെസ്റ്റിംഗ് കഴിഞ്ഞ്. അവിടുന്ന് നമുക്ക് 9 months ആണ് ഷെൽഫ് ലൈഫ് അവർ അഷ്യൂർ ചെയ്ത് തന്നു. അപ്പോൾ തീർച്ചയായിട്ടും 6 മാസം എന്തായാലും കേടുകൂടെ ഇരിക്കുമെന്ന് ഉറപ്പായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആ 9 months വച്ചില്ല. 6 month ഞാൻ യൂസ് ചെയ്ത ഒരു ബലത്തിലാണ് ഞാൻ 6 month കൊടുത്തത്. മാം, ഇത് മാഡം ഉപയോഗിച്ച് നോക്കിയതാണ്, ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു കപ്പ് പ്രോഡക്റ്റിന് 1/4 കപ്പ് ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം. ജസ്റ്റ് നമ്മൾ പുട്ടിൻ്റെ മാവ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 2 minutesനുള്ളിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. സാധാരണ നമ്മുടെ തേങ്ങ എടുക്കുന്ന പോലെ തന്നെ, തേങ്ങ ചിരകി കിട്ടുന്ന പോലെ തന്നെ കിട്ടും. ഒരു 10 minute നമ്മൾ അങ്ങനെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് നല്ലപോലെ പാലും കിട്ടും. ഒന്ന് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കട്ടി പാൽ തന്നെ കിട്ടും. ഓക്കെ, തേങ്ങ ചുരകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നതിനപ്പുറം സമയലാഭമുണ്ടോ? സമയലാഭം തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെയുണ്ട്. 2 minute നമ്മൾ പെട്ടെന്ന് ചിരകി എടുക്കുന്ന ആ ഒരു പാടല്ലേ ഉള്ളൂ. ചിരകി എടുക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളവർക്ക് ഈ നമ്മുടെ പാക്കറ്റ് വളരെ യൂസ്ഫുൾ ആണ്. ചിരകി എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരും ഉണ്ട്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, 2 minute കൊണ്ട് ഇപ്പോൾ 10 minute ഇട്ട് കഴിഞ്ഞാൽ പാലെടുക്കാം.
10 മിനിറ്റ് നമ്മൾ വെച്ചിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ പാൽ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ചില ഈ പാക്കറ്റ് ആയതുകൊണ്ട് പലർക്കും കൃത്യമായിട്ട് അളവ് ഒരു പ്രശ്നമായിരിക്കുമല്ലോ. ഇപ്പോൾ തേങ്ങയുടെ വേറെ കറിക്കാണെങ്കിൽ ഒരു മുറി മതി, അല്ലെങ്കിൽ ഒരു തേങ്ങ വേണം, 2 തേങ്ങ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ഇത് അളവ് കൃത്യമാകുക? കൃത്യമാക്കുന്നത് നമ്മൾ ഒരു ഇതിനകത്തുള്ളൊരു ഇത് നമുക്ക് ഡ്രൈ ആയിരിക്കുമ്പോൾ വെയിറ്റ് കുറവാണ്. അത് തിരിച്ച് സോക്ക് ചെയ്ത് വരുന്ന ടൈമിൽ അതിൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്യുക. ഇതേ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ആവശ്യത്തിന് എടുക്കുക. നമ്മളിപ്പോൾ 2 സ്പൂൺ 3 സ്പൂൺ എടുത്ത തേങ്ങ വറുത്തെടുത്താൽ നമുക്കത് തോന്നും അത് കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നും. പക്ഷെ അരക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് വരുമ്പോൾ നല്ലതായിട്ട് കൂടുതലുണ്ടാവും. അവിടെയാണ് ആ വ്യത്യാസം വരുന്നത്. ഇതിനകത്ത് വെള്ളം ചേരുമ്പോഴാണ് അതിൻ്റെ വെയിറ്റ് ഗെയിൻ ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വറുത്തരയ്ക്കുന്ന കറിക്ക് പെട്ടെന്ന് ഡയറക്റ്റ് എടുത്ത് ഇടാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും ഡയറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. നമ്മൾ വറുക്കാൻ എടുക്കുന്ന സമയം നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുന്നതിന് 25 മിനിറ്റ് എടുക്കുമെങ്കിൽ നമുക്കിതൊരു ആദ്യത്തെ 2 മിനിറ്റ് കൊണ്ട് തന്നെ കളർ മാറി വരും. മാക്സിമം ഒരു 3-4 മിനിറ്റ് അതുകൊണ്ട് നമുക്ക് വറുത്ത് കിട്ടും. പിന്നെ നമ്മൾ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് അരപ്പം കിട്ടും. അന്നേരമാണ് അരപ്പ് കൂടുതലായിട്ട് വരും. നമ്മൾ ഈ ഒരു പാക്കറ്റ് 100 ഗ്രാം പാക്കറ്റ് സോക്ക് ചെയ്ത് വരുമ്പോൾ 250 ഗ്രാം ആയിട്ടാണ് കൺവേർട്ട് ആകും. അതൊരു ശരിക്കും പ്രോഡക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ കസ്റ്റമർക്ക് അത് ഉടനെ തന്നെ അതൊരു ഇത് മനസ്സിലാവണമെന്നില്ല. ഇതൊരു 100 ഗ്രാം പാക്കറ്റ് 145 റുപ്പീസ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് വരും. പക്ഷെ ബൈ ബർത്ത് അതിൽ 250 ഗ്രാമിൻ്റെ ഇതാണ് അവർക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ ഇതിലിപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ പാക്കറ്റ് 145 രൂപ. ഒരു സാധാരണക്കാരൻ വാങ്ങാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇതൊരു തേങ്ങയുണ്ടോ എന്ന് സംശയിച്ചു പോകും. 145 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ലാഭമാണോ എന്നും സംശയിച്ചു പോകും. അപ്പോൾ ശരിക്കും ഇത് ലാഭമാണോ? ഈ സമയം ലാഭം എന്നുള്ളത് ഒരെണ്ണം മാറ്റി നിർത്താം. പക്ഷേ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതുകൊണ്ട് ഒരു സാധാരണക്കാരൻ ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭമാണോ? 2 രീതിയിൽ നമുക്കിത് ആലോചിക്കാം. ഒന്ന് ബിസി ലൈഫ് ഷെഡ്യൂൾസ് ഉള്ളവർക്ക് അവരുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. കൂടാതെ ഹെൽത്തി ലൈഫ് ഹാബിറ്റ്സ് ആണെങ്കിൽ അത് ഓക്കെ ആകും. കൂടാതെ ഈ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത് 100% വർത്താണ്. വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ചിരട്ട പൊട്ടിക്കേണ്ട, അങ്ങനത്തെ വേസ്റ്റ് കളയുന്നതെല്ലാം ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ജസ്റ്റ് നമ്മുടെ ഈ പാക്കറ്റ് റീയൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. പൗച്ചിയൊക്കെ ആയതുകൊണ്ട് റീയൂസ് ചെയ്ത് അവർക്ക് എടുക്കുകയും. ചിരട്ട വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ചിരട്ട അതും പലർക്കും ഫ്ലാറ്റ് പോലുള്ളവരൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ചിരട്ട കൊണ്ട് വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കുമോ? എന്താണ് ചിരട്ടനെ കൊണ്ട് ചെയ്യുന്നത്? അത് നമ്മൾ ചിരട്ടയിൽ 2 പൈപ്പോട്ടോടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് ഒന്ന് ചാർക്കോളാണ്, പിന്നെ ഷെൽ പൗഡറാണ്. അതും നമുക്കിപ്പം ഇവിടെയല്ല, പിന്നെ നമ്മൾ നോർത്തിലോട്ടൊക്കെയാണ് കൂടുതൽ വരുന്നത്. അതിന് കോസ്മെറ്റിക് ഐറ്റംസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനീസ് ഉണ്ട്. നമ്മൾ സമീപിച്ചിരിക്കുന്നു ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം അതിനെക്കൊണ്ടിട്ട് പ്രോസസ്സിലാണ് ഇപ്പം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം എന്തായാലും ഈ തേങ്ങ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പ്രൊജക്റ്റ് എന്താ? അടുത്തത് നമ്മൾ ഇനി ഇത് തേങ്ങ വെച്ച് തന്നെ തേങ്ങയിൽ തന്നെ ഉൽപ്പാദിക്കുന്നത് ഇത് ഇനിയിപ്പോൾ തേങ്ങയിൽ തന്നെ ഇതായിട്ട് ചെയ്യുന്നത് തേങ്ങാപ്പാലും തേങ്ങയുടെ വെർജിൻ ഓയിലുമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ റീസെൻ്റ്ലി ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റോടെ ഒരെണ്ണം വരുന്നുണ്ട്, ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട്. നമ്മൾ തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഒരു ഇതുവരെ ഇല്ലാത്ത ഒരു മാർക്കറ്റില്ലാത്ത ഒരു പ്രോഡക്റ്റായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഇപ്പോൾ ജില്ലകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, വിദേശങ്ങളിലോട്ട് കയറ്റി അയച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ? അതെ, നമ്മളിപ്പം നമ്മുടെ വെബ്സൈറ്റ് ത്രൂ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്ക് ഓർഡർ വരുന്നുണ്ട്. ആമസോൺ ത്രൂ ചെയ്യുന്നുണ്ട്. കൂടാതെ കോൾസ് വരുന്നത് മെയിനായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സ്പോർട്ടേഴ്സ് കോൾ ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളവർക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കുമായിട്ട് സാധനം എത്തിച്ചു പോകും.